വുഡ് ഹാവ്. ക്ലാസ് 7 നമ്മൾ വുഡ് ഹാവിൻ്റെ യൂസേജസ് ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുഡ് ഹാവ്, ഷുഡ് ഹാവ്, ഷുഡ്, വുഡ് ഇതൊക്കെ നോക്കിയിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലത്തെ യൂസേജസ് കാണാനായിട്ട് പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കാം. വുഡ് ഹാവ് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് നോക്കാം. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇതൊരു പോസിബിലിറ്റി ആണ്, പക്ഷെ നടന്നില്ല. നമ്മൾ പറയത്തില്ലേ, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, അതങ്ങനെ നമ്മൾ പറയത്തില്ലേ? അതാണ് ഇവിടെ നോക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഞാൻ വന്നിട്ടുമില്ല, ശരിക്കും ഇത് നടന്നിട്ടില്ല, പക്ഷെ ഒരു പോസിബിലിറ്റി ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇതൊരു വലിയ സെൻറ്റൻസ് ആണല്ലേ. അറിഞ്ഞിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ ഇഫ് എന്ന് യൂസ് ചെയ്യും. ഇഫ്. ഞാൻ വന്നേനെ, നമുക്ക് ആദ്യം ഞാൻ വന്നേനെ നോക്കാം. ഞാൻ വന്നേനെ, അത് ശരിക്കും വന്നിട്ടില്ല, ഒരു പോസിബിലിറ്റി ആണ്. അപ്പം ഞാൻ അത് എഴുതാം. ഞാൻ വന്നേനെ. ഐ വുഡ് ഹാവ് കം. ഇതാണ് ഞാൻ വന്നേനെ. ഐ വുഡ് ഹാവ് കം. കമ്മിൻ്റെ V3 ഫോം കമ്മ് തന്നെയാണ് കേട്ടോ. കം, കെയിം, കം. ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. എപ്പോൾ വന്നേനെ? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയണം. എങ്കിൽ, ഇഫ്. ഐ വുഡ് ഹാവ് കം. ഇഫ് അവിടെ യൂസ് ചെയ്യണം. ഇഫ് ഐ ഹാഡ് നോൺ. ഞാനത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്ന് പറയാനാണ്. സോ ഈ ഇഫ് വരുമ്പോൾ ഒക്കെ വുഡ് ഹാവും മെജോറിറ്റി സ്ഥലത്ത് ഇങ്ങനെ വരാറുണ്ട്. വുഡ് ഹാവും ഇഫും ആണ് ഒരുമിച്ച് യൂഷ്വലി വരാറ്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേനെ എന്ന് നമ്മൾ പറയത്തില്ലേ? സോ നമുക്ക് ആദ്യം എന്തെഴുതാം? ഞാൻ സഹായിച്ചേനെ. ഐ വുഡ് ഹാവ്. സഹായിക്കുക, ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ V3 ഫോം ഹെൽപ്ഡ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. എപ്പോൾ ഹെൽപ്പ് ചെയ്തേനെ? നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, എങ്കിൽ. ഇഫ് യു ഹാഡ് കോൾഡ് മീ. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഇത് ഓൾറെഡി കഴിഞ്ഞതായതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കാൻ ഹാഡ് കോൾഡ് മീ എന്ന് ചേർക്കുന്നതാണ് കേട്ടോ. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു കോൾഡ് മീ. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. അടുത്തത് നോക്കാം. എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വുഡ് ഹാവിൻ്റെ യൂസേജ് ആണ്. ഇത് ഒരു പോസിബിലിറ്റി ആണ്, എങ്കിൽ എന്ന് പറയാനാണ്. സോ വുഡ് ഹാവ് വരുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇഫ് എന്നൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. എങ്കിൽ, ചിലപ്പോൾ, നടന്നിട്ടില്ല, പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നടന്നേനെ, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസേജസ് പഠിക്കാം. സോ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. English Mitra. Stop worrying, start learning.